ഈ ഒരു കൃഷ്ണാനുഭവം ഒരു ചെറിയൊരു സിനിമ കണ്ടത് മാതിരി ഉണ്ടായിരുന്നു എനിക്ക് കഴിഞ്ഞപ്പോൾ. എഴുതി അയച്ചതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലാഗ് ഉണ്ടാവും. നോക്കി വായിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വായിക്കാം. നിങ്ങളെ സമയം മെനക്കെടുത്തണ്ടല്ലോ അല്ലേ? എല്ലാവരും റെഡിയല്ലേ? എൻ്റെ പേര് സുനിത എന്നാണ്. കണ്ണൂരാണ് സ്ഥലം. ചെറുപ്പം മുതൽ സന്ധ്യാദീപം കൊളുത്തലും നാമം ചൊല്ലലും ഉണ്ടെങ്കിലും ദൈവങ്ങളോട് കൂടുതൽ അടുപ്പമൊന്നുമില്ലായിരുന്നു. കൃഷ്ണനെ വിളിച്ചിട്ട് പോലുമില്ല. ഇവിടെ മുത്തപ്പനാണ് കൂടുതലും ആരാധന. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. 2 കുട്ടികളായി. ജീവിതത്തിൻ്റെ തിരക്കിൽ ഭക്തി എങ്ങോട്ടോ പോയി. മിക്ക ദിവസവും സന്ധ്യാദീപം കാണാറില്ല. ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വൈകും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചില മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും വന്നപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഗുരുവായൂർ പോയിട്ട് തൊഴണമെന്ന്. പക്ഷെ ഞാനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. മാസങ്ങൾ കടന്നുപോയി. വെക്കേഷൻ വന്നപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ഹിന്ദുമത വിശ്വാസികളായാൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരിൽ പോകണം. മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. നീ വെറുതെ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവൾ തന്നെ റൂം, ട്രെയിന്, ടിക്കറ്റ് എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ ഞാനും 2 കുട്ടികളും എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായി ഗുരുവായൂർ പോയി. അന്ന് ഞങ്ങൾക്ക് വാകച്ചാർത്ത് തൊഴാൻ കഴിഞ്ഞു. പിന്നീട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. വഴിപാടൊന്നും ചെയ്തില്ല. ആദ്യമായി പോയതിൻ്റെ കൗതുകമായിരുന്നു. പിന്നീട് 6 മാസം കഴിഞ്ഞ് കുട്ടികളുടെ പിറന്നാളായപ്പോൾ മകൻ പറഞ്ഞു, ഇരട്ട കുട്ടികളാണ് കേട്ടോ, 11 വയസ്സായി, ഗുരുവായൂർ പോകണമെന്ന്. അങ്ങനെ 2024 ഏപ്രിൽ മാസം 2ാം തവണ ഗുരുവായൂരിൽ പോയി. അച്ഛനും അമ്മയും ഞാനും 2 കുട്ടികളുമാണ്. നിർമാല്യം തൊഴാൻ സാധിച്ചു. പുലർച്ചെ അമ്മ വഴിപാട് കൗണ്ടറിൽ ക്യൂ നിൽക്കുമ്പോൾ അവിടെ സ്റ്റെപ്പിൽ 2 കുട്ടികളും എൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു, പായസത്തിൻ്റെ രസീതുണ്ട്, വേണോ? എനിക്ക് വാങ്ങാൻ സമയമില്ല എന്ന്. അങ്ങനെ പാൽപ്പായസവും നെയ്പായസവും ഗുരുവായൂർ അപ്പൻ പിറന്നാളിന് കൊടുത്തതുപോലെ തോന്നി. അങ്ങനെ പിറ്റേ ദിവസം തിരിച്ചു വന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എന്നാലും എനിക്ക് ഭക്തിയൊന്നും വലുതായി തോന്നിയിരുന്നില്ല. മാത്രമല്ല, ഇത്രയും ജനങ്ങൾ എന്തുകൊണ്ട് കൃഷ്ണനെ ആരാധിക്കുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് തോന്നി, എന്നെപ്പോലെ ഭക്തിയില്ലാതെ കുട്ടികൾ വളരാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ അച്ചടക്കമുണ്ടാകാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അവർക്ക് ശീലമായി മാറണമത് എന്ന്. മിക്കവാറും ജീവിതത്തിൻ്റെ തിരക്കിൽ അത് മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം സെലക്ട് ചെയ്തു. ക്രീം കളറായിട്ട് ഒരു ചെറിയ കൃഷ്ണ വിഗ്രഹം വാങ്ങുകയും ചെയ്തു. അങ്ങനെ കൃഷ്ണനാകുമ്പോൾ മയിൽപ്പീലി ഇല്ലാതെ എനിക്ക് തൃപ്തി വന്നില്ല. കൃഷ്ണൻ അന്നെനിക്ക് മയിൽപ്പീലി എവിടുന്ന് കിട്ടുമെന്നാണ് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. ഫാൻസി കളറിൽ കിട്ടുമോ, ഇനി ഫാൻസി കടകളിൽ കിട്ടുമോ, ഇനി കിട്ടിയാലും ചെറുത് വേണം എന്നൊക്കെ ആലോചിച്ച് നടക്കുകയാണ്. 2025 ജൂലൈ മാസം കർക്കിടകവാവിൻ്റെ 2 ദിവസം മുൻപത്തെ ശക്തമായിട്ടുള്ള മഴയുള്ള ദിവസം ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ മഴയിൽ ഒഴുകി വന്ന് എൻ്റെ മുന്നിലായിട്ട് ഒരു മയിൽപ്പീലി തടഞ്ഞു നിന്നു. ചളിപുരണ്ടാണ്, ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയെങ്കിലും ഞാൻ കയ്യിലെടുത്ത് ഒന്ന് കുടഞ്ഞപ്പോൾ ചളിയെല്ലാം ഒലിച്ചു പോയിട്ട് ഒരു പൂർണ്ണമായ മയിൽപ്പീലിയായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. മയിലിൻ്റെ സാന്നിധ്യമുള്ള നാട്ടുവഴിയൊന്നും അല്ല അത്. കണ്ണൂരിലെ താന എന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിലൂടെ ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണ് അത് എനിക്ക് കിട്ടിയത്. അന്ന് എനിക്ക് ഓഫീസിൽ പോയിട്ട് ഒന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. മനസ്സിൽ ഇത് തന്നെയായിരുന്നു, നിറയെ ചോദ്യങ്ങളാണ്. പക്ഷെ ആരോട് ചോദിക്കും? അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് പറഞ്ഞു. അമ്മ അതിന് ഉത്തരമായിട്ട് തന്നത് ഒരു സ്വർണത്തിൻ്റെ ഒരു തളികയാണ്. നിന്റെ കൃഷ്ണനെ അതിൽ വെച്ചിട്ട് ദിവസവും കുട്ടികളോട് പറയണം, ദിവസവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് സ്കൂളിൽ പോയാൽ മതിയെന്ന്. മകൻ വന്നപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം, മയിൽപ്പീലി കൃഷ്ണൻ തന്നു തന്നെയാണല്ലോ, എന്നിട്ട് നമുക്ക് എൻ്റെ സ്കൂളിനടുത്ത് മഞ്ചാടിയുണ്ട്, നമുക്ക് അതുകൂടി പെറുക്കിയിട്ട് ഇതിൽ വെക്കണം, അങ്ങനെയാകുമ്പോൾ കുറച്ച് ഭംഗിയാവുമല്ലോ എന്ന്. അങ്ങനെ ഞാനും മകനും കൂടെ കിട്ടാവുന്ന മഞ്ചാടിയൊക്കെ ശേഖരിച്ചു. ഇപ്പോൾ എൻ്റെ മക്കള് ദിവസവും രാവിലെ കണ്ണന് പഴവും കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. രാത്രി പഠിപ്പ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങുന്നതും. അവരുടെ മുറിയിൽ അവരോടൊപ്പം തന്നെയാണ് കൃഷ്ണനും പിന്നീടുള്ളത്. ചിലതൊക്കെ ഓർമ്മ വരികയാണ് എനിക്ക്. പ്രത്യേകമായിട്ട് ഭക്തിയൊന്നുമില്ലാതെ ദൈവത്തോട് തോന്നിയിരുന്നില്ല എനിക്ക്. ഒരുപാട് ദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നാൽ അവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുട്ടികൾ കൃഷ്ണനോട് പ്രത്യേക അടുപ്പം കാണിച്ചു തുടങ്ങി. ഇപ്പോൾ
ഭഗവാൻ എന്നെ കേട്ടു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പം ഭഗവാൻ അവരെ നേർവഴി കാണുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ കൃഷ്ണവിഗ്രഹം മക്കൾക്ക് കൊടുത്തതും മക്കളതിനെ പ്രാർത്ഥിക്കുന്നതും. എന്ത് തന്നെയായാലും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണിത്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് അയച്ചു തന്നിട്ട് ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ലാഗ് ഉണ്ടാവാം എഴുതി വായിച്ചപ്പോഴാണ്. പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലേ. എനിക്ക് ആ ചളിയിൽ നിന്ന് മയിൽപ്പീലി കിട്ടിയ ആ കുടഞ്ഞ ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, എന്നിട്ട് മയിൽപ്പീലി തെളിഞ്ഞു വന്ന ആ ഒരു നിമിഷം, പിന്നെ മക്കൾക്ക് വേണ്ടി അമ്മയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ ആരോ വന്നിട്ട് ഗുരുവായൂരിൽ നിന്ന് പാൽപ്പായസത്തിനുള്ള ഷീട്ട് കൊടുത്തത്. ഗുരുവായൂരിൽ ആദ്യമായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ എന്താണ് എവിടെയോ എത്തിയൊരു ഫീലിംഗ് ആണ്. ഒന്നും മനസ്സിലാവില്ലല്ലേ, വലിയ ക്ഷേത്രമല്ലേ. അപ്പോൾ ആദ്യമായിട്ട് വന്ന ആ ഒരു കൗതുകം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ അവരുടെ കൈ പിടിച്ചു. കുട്ടികൾ പ്രാർത്ഥിച്ച് സ്കൂളിൽ പോവുക, പ്രാർത്ഥിച്ച് ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ളൊരു സംഭവമാണല്ലേ. അത് എല്ലാവരും ശീലിക്കുക. എല്ലാവരും നമ്മുടെ പുതിയ ജനറേഷനിൽ എത്ര കണ്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ഒരു ശക്തി എവിടെയോ ഇരുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ, ഷെയർ ചെയ്തെത്തിക്കുക. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ഹരേ കൃഷ്ണ.